ADM നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പൊരുത്തക്കേട്. ഒക്ടോബർ 15-ന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടെന്ന് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരുക്കിൻ്റെയോ പരാമർശങ്ങളേയില്ല. നവീൻ ബാബുവിൻ്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായരാണ് ജനൻ ഡിബേറ്റിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആത്മഹത്യ എന്നതിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നുവെന്നും അനിൽ പി നായർ പറയുന്നു. വളരെ റിലവൻ്റായ ഒരു പോയിന്റിലേക്കാണ്. ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ശ്രീ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിറയെ രക്തമായിരുന്നു. ആ ഒരു ഭാഗം ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു എങ്കിൽ എങ്ങനെ അവർക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറി ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും? ഇന്റേണലോ എക്സ്റ്റേണലോ ഇഞ്ചുറി ഇല്ലാതെ ബ്ലഡ് ഊസിക്കപ്പെടുകയോ ബ്ലഡ് മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമോ? ശ്രീ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചത്, പരിക്ക് സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ എന്നത്തേക്കുമായി അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, കുടുംബം ആരോപിക്കുന്നത് പോലെ സംശയിക്കുന്നത് പോലെ അടിമുടി ദുരൂഹതയോ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ? കൃഷ്ണരാജ്, ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം തയ്യാറാക്കൽ, ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ, ഇക്കാര്യങ്ങളിലെല്ലാം അടിമടി ദുരൂഹതയുണ്ടെന്ന് കുടുംബം നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചതാണ്. ഇത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളും. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറ പുരണ്ടിരുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ, പരിശോധനകൾ, അനുമാനങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം. പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയ കണ്ണൂർ ടൗൺ പോലീസ് നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ച ഒക്ടോബർ 15-ന് തയ്യാറാക്കിയ ഇൻക്വസ്റ്റിലാണ് ഈ ഒരു പരാമർശമുള്ളത്. നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറ പുരണ്ടിരുന്നു എന്നുള്ള കാര്യം. പിന്നീട് പോലീസ് FIR-ൽ ഇതിനെപ്പറ്റി പരാമർശങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല. അസ്വാഭാവികമായ സാഹചര്യത്തിൽ ഒന്നും തന്നെ മൃതദേഹത്തിൽ നിന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ FIR-ന്റെ ഉള്ളടക്കം. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശങ്ങളും രേഖപ്പെടുത്തി വെച്ചിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. എങ്ങനെയാണ് ഈ മുറിവ് സംഭവിച്ചത് അല്ലെങ്കിൽ പരിക്ക് സംഭവിച്ചത്, ആന്തരികമായോ ബാഹ്യമായിട്ടുള്ള രക്തസ്രവം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചിട്ടുള്ള യാതൊരു പരാമർശങ്ങളും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല. ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ആവാഹികമായിട്ടുള്ള മൃതശരീരം കണ്ടുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് നടത്തുന്ന ആ നടപടിക്രമങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം തയ്യാറാക്കിയ റിപ്പോർട്ട് തയ്യാറാക്കണം എന്നുള്ളതാണ് സാധാരണ നടപടിക്രമം. പക്ഷേ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു പരാമർശങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പരാമർശങ്ങളും ഇല്ല എന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തൂങ്ങി മരണമാണെന്ന് സ്ഥിരീകരിക്കുന്നതാണ്. ഏകദേശം ആത്മഹത്യയാണെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ളതാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. യാതൊരുവിധ പരിക്കുകൾ, ആന്തരികമോ ബാഹ്യമായിട്ടുള്ള പരിക്കുകൾ മൃതശരീരത്തിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. പേശികൾക്ക് പരിക്കില്ല, രക്തക്കുഴലുകൾക്ക് പരിക്കില്ല, തരുണാസ്ഥിക്ക് പരിക്കില്ല, കശേരികൾക്ക് പരിക്കില്ല, മറ്റു മുറിവുകൾ ശരീരത്തിൽ എങ്ങുമില്ല, തലയോട്ടിക്ക് പരിക്കില്ല, വാരിയെല്ലുകൾക്ക് ക്ഷതമില്ല. ഇങ്ങനെ വ്യക്തമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യാതൊരുവിധ ആന്തരികമോ ബാഹ്യമോ ആയിട്ടുള്ള മുറിവുകൾ ഇല്ലെന്ന് എഴുതി വെച്ചിരിക്കുന്നു, രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പക്ഷേ ആന്തരികമോ ബാഹ്യമോ ആയിട്ടുള്ള മുറിവുകൾ ഒന്നും ഇല്ലാതെ ശരീരത്തിന് പുറത്തേക്ക് എങ്ങനെ രക്തം വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യമാണ് കഴിഞ്ഞ ദിവസം ജനം ഡിബേറ്റിൽ നവീൻ ബാബുവിന്റെ ബന്ധുവും അഭിഭാഷകനുമായ അനിൽ പി നായർ ചൂണ്ടിക്കാണിച്ചത്. ഇക്കാര്യത്തിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു അനിൽ പി നായർ ഈ കാര്യങ്ങളെല്ലാം പരാമർശിച്ചത്. അഡ്വക്കേറ്റ് അനിൽ പി നായർ നിയമവശങ്ങൾ കൂടി അറിയുന്ന ഒരാളാണ് അക്കാര്യം ഇന്നലെ ജനൻ ഡിബേറ്റിൽ വെളിപ്പെടുത്തലായി പറഞ്ഞത്. ആന്തരിക പരിക്ക് ഇല്ലാതെങ്ങനെ രക്തം അടിവസ്ത്രത്തിൽ വന്നു എന്ന പ്രസക്തമായ ചോദ്യം. അതുമാത്രമല്ലല്ലോ, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് അക്കാര്യം. അതെങ്ങനെയാണ് പെട്ടെന്ന് അപ്രത്യക്ഷമായത് എന്നാണ് ചോദ്യം. ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ ആവർത്തിച്ച് സംശയിക്കുന്നുണ്ട് ഇത് ആത്മഹത്യ അല്ല എന്ന്. വിവിധ സംശയങ്ങൾ അല്ലാതെ തന്നെ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. CPM-ഉം സംസ്ഥാന സർക്കാരും
പറയുന്നു പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ലേ പോകുന്നത്, പിന്നെന്തിനാണ് CBI എന്ന്. ഇത് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ ആർക്കാണ് ഇത്ര തിടുക്കം? കൃഷ്ണരാജ്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് തന്നെയാണ് കുടുംബത്തിന്റെ ആശങ്ക. കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന സംശയം സംസ്ഥാന സർക്കാരിലും പോലീസിനും കുടുംബത്തിന് അത് വിശ്വാസം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണവും കൃഷ്ണരാജ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച ഈ ഒരു ചോദ്യം തന്നെയാണ്. ആർക്കാണ് ഇത്ര തിടുക്കം, ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുവാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കരുതെന്ന കുടുംബം ആവശ്യം ഉന്നയിച്ചതാണ്, കളക്ടറോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി. ഈ പ്രതികളായിട്ടുള്ള PP ദിവ്യ അടക്കമുള്ള ആളുകൾക്ക് സ്വാധീനമുള്ള ആശുപത്രിയാണ് പരിയാരം മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു കുടുംബം ചൂണ്ടിക്കാണിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. കുടുംബത്തിന്റെ ഈ ആവശ്യം പാടെ തള്ളിക്കളഞ്ഞു. മാത്രമല്ല, ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയത് കുടുംബത്തിന്റെ സാന്നിധ്യം കൂടാതെയാണ്. ഒരു കുടുംബാംഗം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കുമ്പോൾ ഒപ്പമുണ്ടാകണം, സാന്നിധ്യം ഉണ്ടാകണം എന്ന നിയമപരമായിട്ട് ഉള്ളതാണ്. പക്ഷേ ആ നടപടിക്രമം പോലും ഇവിടെ പാലിക്കപ്പെട്ടില്ല. കുടുംബാംഗങ്ങളുടെ ആരുടെയും സാന്നിധ്യം കൂടാതെയാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. മാത്രവുമല്ല, ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് കുടുംബത്തെ അറിയിക്കുന്നത് ഇൻക്വസ്റ്റ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള കാര്യം. കുടുംബാംഗങ്ങളെല്ലാം ഈ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളിൽ ചേർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ സാന്നിധ്യം ഉറപ്പാക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു. തങ്ങൾ വന്നതിന് ശേഷം, കണ്ണൂരിലേക്ക് എത്തിയതിനു ശേഷമേ ഇൻക്വസ്റ്റ് നടപ്പിലാക്കാവൂ എന്ന് കുടുംബം അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ കാര്യത്തിലും ഒരു നടപടി ഉണ്ടായില്ല. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പാടെ അവഗണിച്ചുകൊണ്ട് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും തയ്യാറാക്കുന്നു. പിന്നീട് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പോലീസ് ആദ്യം രാവിലെ 10:45 പോലീസ് തയ്യാറാക്കിയ മരണ ദിവസം തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായിട്ടുള്ള ഒരു വിവരത്തെപ്പറ്റി ഒരു പരാമർശവും പിന്നീടുള്ള ഒരു അന്വേഷണത്തിലും ഒരു നിർണായകമായിട്ടുള്ള പല റിപ്പോർട്ടുകളിലും FIR-ലായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായാലും ഒന്നും പരാമർശങ്ങൾ ഇല്ലാതെ പോകുന്നു. FIR-ൽ ഇതൊരു അസ്വാഭാവികമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇൻക്വസ്റ്റ് സമയത്ത് കണ്ടെത്തിയിട്ടില്ല എന്ന് ചേർക്കുന്നു. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇല്ലാതെയാകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആന്തരികമോ ബാഹ്യവുമായിട്ടുള്ള ക്ഷതങ്ങളോ പരിക്കുകളോ ഉണ്ടെങ്കിൽ അത്തരം അവയവങ്ങൾ പരിശോധനയ്ക്ക് വേണ്ടി പിന്നീട് മാറ്റിവെച്ച് അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകൾ നടത്തി വിലയിരുത്തലുകൾ, അനുമാനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാത്ത സാഹചര്യം വരുന്നു. അടിമടി ദുരൂഹതയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ. കുടുംബം കോടതിയെ അറിയിച്ചിരിക്കുന്ന ഭയപ്പെടുത്തുന്ന ആശങ്കാജനകമായിട്ടുള്ള കാര്യങ്ങൾ, സ്ഥിതിവിശേഷങ്ങൾ, അതെല്ലാം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുടുംബത്തിന് നേരത്തെ മുന്നിലുണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രമാണ് പ്രാഥമികമായിട്ട് കുടുംബത്തിന് അറിവുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കുടുംബം നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നത്. ഏതെങ്കിലും പരിക്കുകളോ മറ്റോ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു എന്ന് കോടതിയെ അറിയിക്കേണ്ട സമയമായപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കുടുംബത്തിന് കോടതിയെ അറിയിക്കാൻ സാധിക്കാതിരുന്നതും അതുകൊണ്ടാണ്. പിന്നീടാണ് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കുടുംബത്തിന് ലഭിക്കുന്നതും ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം അതിൽ ഉണ്ടായിരുന്നുവെന്ന് കുടുംബം മനസ്സിലാക്കുന്നതും അത്തരത്തിലുള്ള നടപടികൾ ഇനിയുള്ള ഘട്ടത്തിൽ കോടതിയിൽ കുടുംബം അറിയിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായാലും കുടുംബം ആശങ്കപ്പെടുന്നത് പോലെ കുടുംബം തുടക്കം മുതൽ തന്നെ മുന്നോട്ട് വെക്കുന്ന ആ ആശങ്കാജനകമായിട്ടുള്ള സ്ഥിതിവിശേഷം ഇതിൽ തുടരുകയാണ്. അടിമുടി ദുരൂഹത അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പൊരുത്തക്കേടുകൾ ഉണ്ട്. അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് റിപ്പോർട്ട് പറയുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, ഒരു ക്ഷതവും ആന്തരികമായി ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. സംശയത്തിലേക്ക്, ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ പൊരുത്തക്കേടെന്ന കാര്യത്തിൽ സംശയമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.